മിടുക്കനാ നീ, ആൺകുട്ടി. എന്താ നിന്റെ പേര്? അയാൾ ഏത് വകയിലുണ്ടായ നായിന്റെ പോലെ എന്നെ ഭരിക്കാൻ പറഞ്ഞത് പറയാതെ വിടില്ല ഞാൻ. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാവൻ? വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. മാണിക്യമാണ്, രാജമാണിക്യം. അതേതാടാ ആ അവതാരം? കോട്ടയം കുഞ്ഞത്തിന് ആടുതോമായാലുണ്ടായൊരു അപ്പിയറൻസ്. ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. മോനെ ദിനേശ, നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ട് ഞാൻ പോണു. അതിമോഹമാണ് അതിമോഹം. നല്ല നിനക്ക് തെറ്റേ. നീ കണ്ട ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ. എന്റെ മൂന്നാം കണ്ണ് തുറന്ന് തന്നെയും തന്റെ മകനെയും ഭസ്മമാക്കേണ്ടിയിരുന്നതാണ്. വെപ്രാളം കാണിക്കാതെ. നിന്നെ സാറ് വെളുപ്പാൻ രാവിലെ വരെ കയറി ഇറങ്ങിയല്ലേ, അപ്പൊ നിനക്കിനി നേരം കിടക്കല്ലേ. അകത്തിരിക്കുന്ന നിന്റെ അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന എന്റെ വല്യമ്മച്ചയെ അടക്കം എടുത്ത് പുറത്തിട്ട് തീയിട്ട് ചുടും ഞാൻ. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. ഇനി അച്ഛന് വില പിന്നെ പിന്നീട് അവൻ തീരുമാനിക്കും മുകളിൽ പറഞ്ഞ അവകാശികളിൽ ആർക്കൊക്കെ എന്തൊക്കെ വിഹിതം വേണമെന്ന്. ഈ മുറ്റത്ത് കയറി വരുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം. അത് കയറി വരുന്നതിന്റെ വലിപ്പം അറിഞ്ഞിട്ട് മതി. ചവിട്ടി നെഞ്ചുകൂടി ഞാൻ പൊളിക്കും ഇവിടെ കളിയിറക്കാൻ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് രാജരത്നമുള്ള സാറിന്റെ സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും അവകാശം. ഭയങ്കര ബിസിയല്ലേ, നമ്മൾ പെട്ടെന്ന് വിളിച്ചെന്ത്? അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തുന്നു. നിർത്തണം ഏരപ്പാളികളെ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. എന്നെ വിളിച്ചത് ഇന്ദു ചൂടനാ. അവൻ ജയിക്കുന്നത് വരെ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. അത് കാണാൻ തന്നെ ഞാൻ വന്നത്. രണ്ടും രണ്ട് നക്ഷത്രങ്ങൾ, രണ്ട് ഗണങ്ങൾ. ഒന്ന് ദേവനും മറ്റൊന്ന് അസുരനും ഒരുമിച്ച് വാഴാതിരിക്കുക. അത് മാത്രമേ ഉള്ളൂ പ്രതിവിധി. ഇതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം? ഒരാൾ എന്റെ കൂടെ പൊള്ളാച്ചിക്ക് വരട്ടെ, ഞാൻ കൊണ്ടുപോകോളാം. ഞാൻ വരും, തൂണ് പിളർന്നും വരും. നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാൽ ഉത്സവം ഒന്ന് കൊഴുകൊഴുക്കും. എന്റെ അനിയനെ ഞാൻ തന്നെ ഒരു തെണ്ടി ചോദിക്കാൻ പാടില്ല, പക്ഷെ എന്റെ അനിയനെ ഏതെങ്കിലും ഒരു തെണ്ടി തൊട്ടാ. Shall I remind you something? തൊട്ടില്ല നീയൊന്നും മുന്നിൽ പോയി നിൽക്കില്ല, പിട്ടുക്ക് വിറയ്ക്കും. ശേഷക്രിയ ചെയ്യാൻ വന്നവർക്കെല്ലാം കൂടെ കൂട്ടക്രിയ നടത്തും അവർ. അങ്ങനെയൊക്കെ ലോകം നിങ്ങൾ മാത്രോ അതുമ്പോ തൊട്ട് കളിക്കാൻ വന്നൊരു സമയം കൊടുത്താ അത് ഞങ്ങൾക്ക് മാനക്കേടാ.